മിനിസ്റ്റർ, ഇതിനകത്ത് ഞങ്ങളെ വിളിക്കുന്ന പലരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിളിച്ച എബിൻ പറയുന്നത് അദ്ദേഹം ഫർണിഷ്ഡാണ് വീട്, അമ്മ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്, അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അങ്ങോട്ട് മാറിയത്. പല വീടുകളും ഫർണിഷ്ഡായ വീടുകളുണ്ട്, ചില വീടുകളിൽ ഫർണിച്ചറൊക്കെ നമ്മൾ കൊടുക്കണം, വാടകയ്ക്കുള്ള വീടുകൾ. ഇതിൽ വന്നേക്കുന്നതിൽ 95% വാടക വേണ്ട എന്ന് പറഞ്ഞു വന്ന വീടുകളാണ് കേട്ടോ മിനിസ്റ്റർ. അത് മേപ്പാടിയിൽ തന്നെയുള്ള വീടുകളുണ്ട്, നമുക്ക് ഉപയോഗിക്കാവുന്ന വീടുകളാണ്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ളവരുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞത് അയാൾ കഴിഞ്ഞ തവണ ദുരന്തത്തിൽ പെട്ടയാളാണ്, പിന്നീട് സർക്കാരിൻ്റെ സഹായം കിട്ടി വീട് വെച്ചു, സ്വന്തമായിട്ട് പണിഞ്ഞ വീടാണ്, അത് അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകൾ കൂടി നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങൾ കൃത്യമായ മണിക്കൂറുകൾ എണ്ണി ആയിരിക്കുമല്ലോ നിങ്ങൾ ഇവരെ മാറ്റാൻ പോകുന്നത്. 20 ദിവസത്തിനുള്ളിൽ ഇവരെ നമുക്ക് മാറ്റിയേ മതിയാവൂ, അവിടെ ക്ലാസ് തുടങ്ങണം. മാത്രമല്ല ഇവരിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. കാര്യം ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സ്വകാര്യത അടക്കമുള്ള വിഷയങ്ങൾ, അതേപോലെ ഈ അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. അപ്പോൾ ഇനി മണിക്കൂറുകൾ എണ്ണിയുള്ളൊരു പ്ലാനാണോ നമ്മുടെ സർക്കാരിന് മുന്നിലുള്ളത്? മിനിറ്റുകൾ വെച്ച പ്ലാനാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത്, മണിക്കൂറുകളില്ല. മിനിറ്റുകൾ വെച്ച പ്ലാനാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത്. അതനുസരിച്ചിട്ടുള്ള അതിവേഗ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രയാസവും ഉണ്ടാകില്ല. അരുണിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരുപാട് ആശങ്കകൾ ആളുകളുടെ ഇടയിലുണ്ട്. ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ഇറങ്ങി, ഇനി ഏത് മലയിലേക്കാണ്, ഇങ്ങനൊരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. ദയവായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർക്കാരിന് വേണ്ടി. അരുണിനറിയാമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ 8-9 ദിവസമായി, ഇന്ന് 10ാമത്തെ ദിവസം, എല്ലാ ദിവസവും പൂർണ്ണമായുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ അവരോട് പറയുകയാണ്, ഈ ഗവൺമെൻറ് വിശ്വാസത്തിലെടുക്കണം. ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിങ്ങൾ അനാഥരാകില്ല. ഇപ്പോൾ ആ പേടി ഒന്നും വേണ്ട. സർക്കാർ നിശ്ചയിക്കുന്നതനുസരിച്ച് നമുക്ക് താൽക്കാലിക വാടക വീടുകളിലേക്ക് പോകണം. ബന്ധു വീടുകളുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും സേഫ്. കാരണം മറ്റൊന്നുമല്ല, സർക്കാരിന് വാടക കൊടുക്കേണ്ടതില്ലല്ലോ എന്ന പ്രശ്നമല്ല, കുറച്ചുകൂടി മാനസികമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമുക്ക് സൗജന്യമായി കിട്ടുന്ന വാടക വീടുകളെ സംബന്ധിച്ച് ധാരാളമായ ധാരണയുണ്ട്. ഇനി വാടക കൊടുക്കേണ്ടി വന്നാൽ അതിൻ്റെ വാടക ഇന്ന് ചേരുന്ന കമ്മിറ്റി, ഇന്നലെ ഞാൻ ചെയർ ചെയ്തുകൊണ്ട് ആ കമ്മിറ്റി ആലോചിച്ചു, ഇന്നത് ഫൈനലൈസ് ചെയ്യും. ആ വാടക കൃത്യമായി എത്താവുന്ന വിധത്തിൽ ആളുകളെ കണ്ടെത്തുകയും ചെയ്യും. അതിനൊന്നും ഒരു പ്രയാസവും ഉണ്ടാകില്ല. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇവരെ നമ്മളോടൊപ്പം നിർത്തുക. നമ്മളെങ്ങനെയാണോ ജീവിക്കുക അതോടൊപ്പം നിർത്തുക. ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടമുണ്ടായതിൻ്റെ പേരിൽ ഒറ്റപ്പെടാതിരിക്കുക. വലിയ പ്രയാസമാണ്. ഈ അരുണിനോട് സംസാരിച്ചാലുള്ളൊരു പ്രശ്നം, ചില കാര്യങ്ങളിൽ ഇമോഷണലാവും. അപ്പോൾ ഞാൻ ആ സെക്ടറിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം അരുണിനോട് ഉറപ്പിച്ച് പറയാം, നമ്മൾ ഇവരെ സെക്യൂറാക്കും. അതിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല. അതിന് ഗ്യാരണ്ടി നമ്മളാണ്, നമ്മുടെ ഗവൺമെൻറ്റാണ്. ഓക്കെ മിനിസ്റ്റർ, ഈ റീസെറ്റിൽമെൻറ്റ് പൂർത്തിയാവുന്നത് വരെ, ഞാൻ ഉദ്ദേശിച്ച താൽക്കാലിക റീസെറ്റിൽമെൻറ്റ്, അത് മറ്റൊരു ദീർഘമായ പ്രൊസീജിയറാണല്ലോ. ആ താൽക്കാലിക റീസെറ്റിൽമെൻറ്റ് പൂർത്തിയാവുന്നത് വരെ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാകുമോ ഇതിൽ? കാര്യം അവർക്ക് നിങ്ങളെ കാണുന്നതും നിങ്ങൾ പറയുന്നതും ഒക്കെ വലിയ ഉറപ്പും പ്രതീക്ഷയുമാണ്. അരുൺ, അത്ര മതിയോ? താൽക്കാലിക പുനരധിവാസം വരെ മതിയോ ഞങ്ങളുടെ സേവനം? അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ ഉദ്ദേശിച്ച മന്ത്രിസഭാ ഉപസമിതി. തീർച്ചയായിട്ടും താങ്കൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായിട്ടുമല്ല. താൽക്കാലിക പുനരധിവാസം വരെ പോരാ. പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ ഞങ്ങളുടെ സേവനം ഉണ്ടാകും, ഞങ്ങളുടെ മേൽനോട്ടം ഉണ്ടാകും. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സേവനത്തോടെ, ഞങ്ങളുടെ മേൽനോട്ടത്തോടെ ഈ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക. അരുൺ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുമാനക്കുറവുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, പുറത്തു നിൽക്കുന്ന ഒരാൾ കാണുന്നത് പോലെയല്ല. ഓരോ ചെറിയ കാര്യത്തിനും ഏറ്റവും അടിസ്ഥാനപരമായി മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ചുമതല ഏറ്റെടുക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നമുക്ക് താമസിയാതെ നടപടിക്രമങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകും. ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തു പോകും. രണ്ട് കാര്യങ്ങൾ കൂടി മിനിസ്റ്റർ ഒന്ന് അറിയാനാണ്. ഒന്ന്, ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ പലതരം ആശങ്കകൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പുത്തുമലയിലെ ചിലരെങ്കിലും നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നമുക്കൊരു മികച്ച ഒരു പ്ലാനായിട്ട് അതിനെയും ഇവോൾവ് ചെയ്തിട്ടില്ല. നമ്മൾ ഹർഷം എന്ന പേരിലിട്ട പദ്ധതിയാണെങ്കിൽ പോലും അവിടെ പല സംവിധാനങ്ങളും ഉറപ്പാക്കാൻ സാധിക്കാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായി. തീർച്ചയായിട്ടും അതിനിടയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, ഞാനതൊന്നും വിസ്മരിക്കുന്നില്ല. നമ്മുടെ പ്രതിസന്ധികളുണ്ടായി
ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അത് പൂർണ്ണമായും സർക്കാർ മാത്രമല്ല സ്വകാര്യ ഏജൻസികളും കരാറുകാരും ഒക്കെ കെട്ടിടം നിർമ്മിക്കുന്നതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ വേണമായിരുന്നു, അവിടെ അംഗൻവാടി വേണമായിരുന്നു. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ പദ്ധതിയിൽ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ അത് നടപ്പിലാക്കാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത് അവരിൽ ഒരു ചെറിയ സംശയം ഉണ്ടാക്കി. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ വാടക കൊടുത്തതിൽ പുത്തുമലയുടെ കാര്യത്തിൽ ചിലയിടങ്ങളിൽ ചില വീഴ്ച സംഭവിച്ചതായിട്ട് ചില ആളുകൾ ക്യാമ്പിൽ പറയുന്നുണ്ട്. ഞങ്ങളത് കേട്ടു. ഞങ്ങളതിൻ്റെ പലരും ചോദിച്ചപ്പോൾ ചിലർക്ക് അനുഭവം ഉണ്ടായി, ചിലർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പൂർണ്ണമായിട്ട് സർക്കാർ ഒപ്പം ഉണ്ടാവുമോ എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മിനിസ്റ്റർ. ആരും പൂർണ്ണമായിട്ട് സർക്കാരുണ്ടാകുമോ എന്ന് പറഞ്ഞാൽ സർക്കാരും റിപ്പോർട്ടറും ഉണ്ടാകും, സർക്കാരും 24 ഉണ്ടാകും, സർക്കാരും ഏഷ്യാനെറ്റും ഉണ്ടാകും. ഇതിനകത്ത് നമ്മളിനി വേർതിരിവില്ല. ഈ ചൂരൽമലയുടെ വിഷയത്തിൽ കേരളത്തിൽ ഒരു ഗവൺമെൻറ്റേ ഉള്ളൂ. അതിന് ഭരണപക്ഷവും ഇല്ല, പ്രതിപക്ഷവും ഇല്ല. നമ്മളാണ് ആ ഗവൺമെൻറ്. നമ്മളത് കൃത്യതയോടുകൂടി നിർവഹിക്കും. മുൻ അപകടങ്ങളിലുണ്ടായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ വാദിക്കുകയും ആ പറഞ്ഞത് ശരിയല്ല, അങ്ങനെയില്ല, സുനീഷിൻ്റെ വീടാണ് ഉദ്ദേശിച്ചത്, ആ വീട്ടിൽ ചോർച്ചയില്ല, അത്തരം ഒരു തർക്കത്തിലേക്കേ കിടക്കുന്നില്ല. ചോർച്ചകളുണ്ടാകാം, ഉണ്ടായിട്ടുണ്ട്. സുനാമി മുതൽ ഉള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട പാഠത്തിലൂടെ ആ അനുഭവങ്ങളില്ലാത്ത വിധം ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തെ ബോധ്യപ്പെടുത്താവുന്ന ഒരു പുനരധിവാസ പാക്കേജ്. അതുകൊണ്ട് ഞങ്ങൾ ആലോചിക്കുന്നത് മനസ്സിലുള്ളൊരു കാര്യം, നമ്മളൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ടൗൺഷിപ്പിൽ 10 സെൻറ്റ് സ്ഥലം കൊടുത്ത് എല്ലാ NGOകളോടും ഇവിടെ വീട് വെച്ചോളൂ എന്ന് പറയലല്ല. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാകണം. അതിൽ എത്ര കമ്പി, എത്ര സിമൻറ്റ്, എത്ര സ്ക്വയർ ഫീറ്റ് ദൂരം, മിനിമം ഉണ്ടാകേണ്ട എത്ര സംവിധാനങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോടെ അതിനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജിംനേഷ്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ആളുകൾക്ക് പുറത്തു പോകാത്ത വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കും.